ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കാം. ഇത് 2024-25 വർഷത്തെ ചോദ്യപേപ്പറാണ്. ഈ ചോദ്യപേപ്പറിൽ എങ്ങനെ ഉത്തരം എഴുതണമെന്ന് കൂടി വിശദീകരിക്കുന്നുണ്ട്. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡു. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്. ടീച്ചർ ഇവിടെ ഒരു നിർദ്ദേശങ്ങളെ കാര്യങ്ങൾ പറയും, അതനുസരിച്ച് ചെയ്യാനാണ് പറയുന്നത്. ഇതിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പാരറ്റ് ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, ഡോഗ് ഉണ്ട്, അങ്ങനെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു 5 ചോദ്യങ്ങളാണ് നമുക്ക് പൂരിപ്പിക്കാനുള്ളത്. ഈ ചോദ്യങ്ങൾ ടീച്ചറെ ക്ലാസ്സിൽ പറഞ്ഞു തരും. ഈ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലില്ല, ടീച്ചേഴ്സിനുള്ള നിർദ്ദേശങ്ങളിലാണ് ഈ ചോദ്യപേപ്പർ ഉള്ളത്. നമുക്ക് ആ ചോദ്യപേപ്പർ നോക്കാം. ഇൻ, ഓൺ, ഇത് രണ്ടും വെച്ചിട്ട് എഴുതാനുള്ള ഒരു പ്രവർത്തനമാണ്. നമ്മൾ ഒന്നാമത്തെ ബോക്സിൽ എഴുതേണ്ട കാര്യം ദ പപ്പി ഈസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ്. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ടീച്ചർ പറഞ്ഞ ഈ കാര്യം, ഈ സെന്റൻസ് ശരിയാണെങ്കിൽ പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ ദ കോളം. അതല്ല, ടീച്ചർ പറഞ്ഞ തെറ്റാണെങ്കിൽ പുട്ട് എ ക്രോസ് മാർക്ക് ഇൻ ദ കോളം. ഒന്നാമത്തെ ചോദ്യം, ദ പപ്പി ഈസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ്. പപ്പി ഒരു മാറ്റിന്റെ മുകളിൽ ഉറങ്ങുന്നു. ഇത് ശരിയാണെങ്കിൽ ഒന്നാമത്തെ ബോക്സിൽ നമ്മൾ ടിക്ക് ഇടുക, തെറ്റാണെങ്കിൽ ഇൻറ്റു ഇടുക. ക്വസ്റ്റ്യൻ നമ്പർ 2, എ ടോയ് കാർ ഈസ് ഓൺ ദ ടേബിൾ. ഒരു കാറ് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, ഇരിക്കുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ ടിക്ക് ഇടുക, തെറ്റാണെങ്കിൽ ഇൻറ്റു ഇടുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ പാരറ്റ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ഒരു തത്ത ആകാശത്ത് പറക്കുന്നു. ശരിയാണെങ്കിൽ ടിക്ക് ഇടുക, തെറ്റാണെങ്കിൽ ക്രോസ് മാർക്ക് ഇടുക. നാലാമത്തെ ചോദ്യം, എ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. ഒരു ക്യാറ്റ് ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ ക്ലോക്ക് ഈസ് ഓൺ ദ വാൾ. ചുമരിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ആക്ടിവിറ്റി 2 നോക്കാം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. വാട്ട് ഡസ് ദ പപ്പി ആസ്ക് ദ ക്യാറ്റ്. ഇവിടെ പപ്പിയും ക്യാറ്റും ഉണ്ട്. ക്യാറ്റ് ടേബിളിന്റെ മുകളിലാണ്. അപ്പോൾ പപ്പി എന്താണ് ചോദിച്ചത് എന്നാണ് നമ്മളോട് എഴുതാൻ പറയുന്നത്. അതായത് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഇവിടെ പപ്പി എന്തോ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. മിയോ എന്ന് മാത്രം കൊടുത്തിട്ടുണ്ട്. പൂച്ച അതിന് മറുപടി പറയുന്നുണ്ട്. യെസ് ഐ ക്യാൻ എന്ന് പറയുന്നുണ്ട്. യെസ് ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയും എന്നാണ്. യെസ് ഐ ക്യാൻ, എനിക്ക് കഴിയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മിയോ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ചോദ്യമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. നമ്മളിങ്ങനെ ചോദ്യം തയ്യാറാക്കുമ്പോൾ സന്ദർഭത്തിനനുസരിച്ച് എഴുതണം. അതായത് ഇവിടെ എനിക്ക് കഴിയും എന്ന മറുപടിയാണ് പറയുന്നത്. എനിക്ക് കഴിയും എന്നുള്ള മറുപടി പറയണമെങ്കിൽ നിനക്കതിന് കഴിയുമോ എന്നൊരു ചോദ്യമായിരിക്കും പപ്പി ചോദിച്ചിട്ടുണ്ടാവുക. ഇവിടെ ക്യാൻ യു മിയോ, നിനക്ക് മിയോ എന്ന് കരയാൻ കഴിയുമോ എന്നൊരു ചോദ്യമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ക്യാൻ യു സേ മിയോ എന്നും വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. യെസ് ഐ ക്യാൻ എന്ന് ക്യാറ്റ് മറുപടി പറയാൻ സാധ്യത അങ്ങനെ ചോദിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് ക്യാൻ യു മിയോ എന്നെഴുതാം, അല്ലെങ്കിൽ ക്യാൻ യു സേ മിയോ. ഇത് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന സ്പെല്ലിങ് ശരിയായിട്ട് എഴുതണം. സ്പെല്ലിങ് തെറ്റാൻ പാടില്ല. സ്പെല്ലിങ്ങുകൾ നമ്മൾ വീട്ടിൽ നിന്ന് എഴുതി പഠിക്കണം. അതോടൊപ്പം തന്നെ ക്യാപിറ്റലൈസേഷൻ വേണം. അതായത് ഒരു സെൻറ്റൻസ് തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ വേണം. അതോടൊപ്പം ഒരാളുടെ പേരൊക്കെ സൂചിപ്പിക്കുമ്പോഴും ക്യാപിറ്റൽ ലെറ്റർ വേണം. അപ്പോൾ ഈ സെൻറ്റൻസ് ക്യാൻ യു മിയോ എന്നാണെങ്കിൽ അതിലെ സി എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ വേണം. അതോടൊപ്പം തന്നെ പഞ്ച്വേഷൻ മാർക്ക് കൊടുക്കണം. അതായത് ചോദ്യമാണ്, ചോദ്യചിഹ്നം വേണം. ഒരു പ്രസ്താവനയാണെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടണം. ഒരാൾ പറയുന്ന കാര്യമാണെങ്കിൽ ഇൻവെർട്ടഡ് കോമാസ് ഇടണം. ഇവിടെ ഒരു കാർട്ടൂൺ മോഡലിൽ സംഭാഷണം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇൻവെർട്ടഡ് കോമ ഇടേണ്ട ആവശ്യമില്ല. അതേസമയം ഇങ്ങനെ ഈ സർക്കിൾ ഇടാതെ ഒരു വരിയായിട്ട് എഴുതുകയാണെങ്കിൽ ഈ സംഭാഷണത്തിന് നമ്മൾ ഇൻവെർട്ടർ കോമ ഇട്ടിട്ട് വേണം എഴുതാൻ. അപ്പോൾ അതിനെയാണ് പഞ്ച്വേഷൻ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ യെസ് ഐ ക്യാൻ എന്നുള്ള മറുപടി ഒരാൾ പറയണമെങ്കിൽ അതിന് വേണ്ട ചോദ്യമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അതോടൊപ്പം തന്നെ അതിന് പഞ്ച്വേഷൻ മാർക്കും ക്യാപിറ്റൽ ലെറ്ററും ഫുൾ സ്റ്റോപ്പും ഒക്കെ ഇട്ടിട്ട് വേണം എഴുതാൻ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സംഭാഷണം എഴുതാൻ. ആക്ടിവിറ്റി 3 നോക്കാം. ഡിസ്ക്രിപ്ഷൻ. കളർ ദ പാരറ്റ്. അവിടെ ഒരു പാരറ്റിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന് കളർ കൊടുക്കാനാണ് പറയുന്നത്. നമുക്ക് കളർ കൊടുക്കാൻ അല്പസമയം ടീച്ചർ തരും. ക്രയോണൊക്കെ നമ്മളോട് കൊണ്ടുചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ ടീച്ചർ തരും. നൗ കംപ്ലീറ്റ് ദ ഡിസ്ക്രിപ്ഷൻ. ഇനി നമ്മൾ കളർ കൊടുത്ത് ഈ തത്തയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതണം. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് തരുമ്പോൾ നമ്മൾ ഈ കളർ കൊടുത്ത് ഈ തത്തയെ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒന്നാമത്തേത് ഡാഷ് എ പാരറ്റ്.
ഇതൊരു തത്തയാണ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിത് ഇറ്റ് ഈസ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഇറ്റ് ഈസ് എ പാരറ്റ്, ബാക്കി അവിടെയുണ്ട്. രണ്ടാമത്തേത് ഇറ്റ് ഈസ് ഡാഷ്. ഇറ്റ് ഈസ് ഡാഷ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് ഗ്രീൻ എന്ന് എഴുതാം. അതോടൊപ്പം തന്നെ അതിനൊരു ഫുൾ സ്റ്റോപ്പും ഇടണം. മൂന്നാമത്തേത് ദ പാരറ്റ് ഹാസ് 2 ഡാഷ്. ആ പാരറ്റിന് 2 ഉണ്ട്, ഡാഷ് ഉണ്ട് എന്നാണ്. 2 കണ്ണുകളുണ്ട്, 2 ചിറകുകളുണ്ട്, 2 കാലുകളുണ്ട്. നമുക്കിതിൽ ഏത് വേണമെങ്കിലും എഴുതാം. നമുക്കിതിൽ 2 കണ്ണുകളുണ്ട് എന്ന് സാധാരണ എഴുതാറില്ല ആരും, കാരണം എല്ലാ ജീവികൾക്കും ഏകദേശം 2 കണ്ണുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് കാലോ വിങ്സോ എഴുതാം. ദ പാരറ്റ് ഹാസ് 2 വിങ്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ദ പാരറ്റ് ഹാസ് 2 ലെഗ്സ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇറ്റ് ഈസ് സിറ്റിംഗ് ഡാഷ്. അത് എവിടെയാണ് ഇരിക്കുന്നത് എന്നാണ് നമ്മളോട് എഴുതാൻ പറയുന്നത്. ഇറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ ട്രീ എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ബ്രാഞ്ചിലാണ്, ഒരു മരക്കൊമ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഓൺ എ ബ്രാഞ്ച് എന്ന് എഴുതുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഓൺ എ ട്രീ എന്ന് എഴുതിയാലും ടീച്ചർ നിങ്ങൾക്കതിന് മാർക്ക് തരും. അടുത്തത് ദ പാരറ്റ് ക്യാൻ ഡാഷ്. പാരറ്റ് ക്യാൻ എന്ന് പറയുമ്പോൾ കഴിയും, എന്തെങ്കിലും ഒരു പ്രവൃത്തിയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. കഴിയുക, എനിക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മളൊരു ആക്ഷനാണ് എഴുതേണ്ടത്. ദ പാരറ്റ് ക്യാൻ സിങ് എന്ന് എഴുതാം, ദ പാരറ്റ് ക്യാൻ ഡാൻസ് എന്ന് എഴുതാം, ദ പാരറ്റ് ക്യാൻ ഫ്ലൈ, ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ മൂന്നാമത്തത് ക്യാൻ എന്നുള്ളതിൽ ഒരു കഴിവ്, ഒരു പ്രവൃത്തിയാണ് എഴുതേണ്ടത്. ഈ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോഴും നമ്മൾ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. അതുപോലെ അവസാനിപ്പിക്കുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് നിർബന്ധമായിട്ട് ഇടണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആക്ടിവിറ്റി 4 നോക്കാം. മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ സെൻറ്റൻസസ്. ഇവിടെ കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്, അതൊക്കെ ഈ ബോക്സിലാണ് ഇട്ടിരിക്കുന്നത്. അതും ചിത്രവുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഡ്രോ ലൈൻസ് ആൻഡ് മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ സെൻറ്റൻസസ് റിലേറ്റഡ് ടു ദം. ഓരോ സെൻറ്റൻസും ബന്ധപ്പെട്ടിരിക്കുന്ന ആ ചിത്രത്തെ ഒരു സ്കെയിൽ വെച്ചിട്ട് വരയിടാൻ. ഇനി സ്കെയിലില്ലെങ്കിൽ അധികം വളയാതെ ആ ചിത്രവുമായിട്ട് ബന്ധപ്പെടുത്തണം. അപ്പം ഇങ്ങനെ നമുക്കൊരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്മളിത് ആദ്യം ഈ ചിത്രങ്ങൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നിരിക്കുന്ന സെൻറ്റൻസസ് വായിച്ച് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കണം. ഇനി നമുക്കിത് വായിച്ച് മനസ്സിലാക്കാം. ഐ സേ കോക്കെ ഡൂഡിൽ ഡു. ഐ സേ ഞാൻ പറയുന്നു, കൊക്കോ. അത് നമ്മൾ ക്ലാസ്സിൽ അങ്ങനെ ഒരു കവിത പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ സേ കൊക്കോ, ഞാനിങ്ങനെ കൊക്കോ എന്ന് പറയും. അതാരാണ് ഈ ചിത്രത്തിലുള്ളത്, അവരുമായി ഇത് കൂട്ടിമുട്ടിക്കുകയാണ് വേണ്ടത്. കൊക്കോ എന്ന് പറയുന്ന ആൾ ഇതിൽ ആരാണെന്നറിയാം. പെട്ടെന്ന് ചില കുട്ടികൾക്ക് അറിയാതെ തേനീച്ചയോ അല്ലെങ്കിൽ ഡോഗിനെയോ കൂട്ടിമുട്ടിക്കും. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളിതെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉത്തരം എഴുതാൻ തുടങ്ങാവുള്ളൂ. ഇനി രണ്ടാമത്തെ നോക്കാം. ഐ ക്യാൻ ജമ്പ്. എനിക്ക് ചാടാൻ കഴിയും. ഇവിടെ ചാടാൻ കഴിയും. ഫ്രോഗിന് ചാടാൻ പറ്റും. കോഴിയും ചെറുതായിട്ടൊക്കെ ചാടും. ആന ചാടുമായിരിക്കും, എനിക്കറിയില്ല. ഡോഗും ചാടും. അപ്പോൾ ഇവരെല്ലാവരും ചാടും. അപ്പോൾ നമുക്കൊരു സംശയം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംശയം വരുമ്പോൾ നമ്മൾ അതവിടെ നിർത്തുക. അടുത്ത് വായിക്കാം. ഐ ആം ബ്ലാക്ക്. ഞാൻ കറുപ്പാണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. അപ്പോൾ ഇവിടെ ഫ്രോഗ് കറുപ്പാണോ? നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെയുള്ള ഫ്രോഗ് ചിലത് കറുത്തതുണ്ട്, ബ്രൗൺ ഉണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഫ്രോഗ് ഗ്രീൻ ഫ്രോഗാണ് ഉള്ളത്. വെള്ളത്തിലൊക്കെയുള്ള വാട്ടർ ഫ്രോഗ് അധികവും ഗ്രീനാണ്. ഹണിബിയുടെ കളർ എന്താണ്? ഒരു മഞ്ഞയാണ്. കോക്കിൻ്റെ കളറ് ബ്ലാക്കും ഗോൾഡനും റെഡും ഒക്കെ ഉണ്ട്. എലിഫൻറ്റിൻ്റെ കളറ് ബ്ലാക്കാണ്. ബ്ലാക്ക് എലിഫൻറ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഡോഗ് ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, പല കളറും ഉണ്ട്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് കളർ മാത്രമുള്ള ഒരു ആനിമൽ എന്ന് പറഞ്ഞാൽ അത് എലിഫൻറ്റ് തന്നെയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് നോക്കാം. ഐ എം എ ഡോഗ്. ഞാനൊരു ഡോഗാണ്. അപ്പോൾ ഇതിൽ ഡോഗ് ഏതാണ് നമുക്ക് ഈസി ആയിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്കിനി ആലോചിക്കേണ്ട ആവശ്യമില്ല. ഡോഗ് ഏറ്റവും അവസാനത്തതാണ്. എന്നാലും നമ്മളിപ്പോൾ ഉത്തരം എഴുതുന്നില്ല. അടുത്തും കൂടി വായിച്ച് നോക്കാം. ഐ ലൈക്ക് ഫ്ലവേഴ്സ്. എനിക്ക് പൂക്കൾ ഇഷ്ടമാണ്. ഇതിലുള്ള എല്ലാവർക്കും പൂക്കൾ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത് ആദ്യം കൂട്ടിമുട്ടിക്കാം. ഡോഗിൻ്റെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, അതുകൊണ്ട് നമ്മൾ ഡോഗിനെ കൂട്ടിമുട്ടിച്ചു. ഇനി ഇതിൽ ബ്ലാക്ക് ആയിട്ടുള്ളത് എലിഫൻ്റ് ആണ്. അപ്പോൾ അതും നമ്മൾ കൂട്ടിമുട്ടിച്ചു. ഇനി നമുക്ക് കൂട്ടിമുട്ടിക്കാനുള്ളത് ഐസേക്കോക്കെ ഡൂഡിൽ കൊക്കോ എന്ന് പറയുന്ന ആൾ ആരാണെന്ന് നമുക്കറിയാം, പൂവൻ കോഴിയാണ്. അപ്പോൾ അതും നമ്മൾ കൂട്ടിമുട്ടിച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഐ ലൈക്ക് ഫ്ലവേഴ്സും ഉണ്ട്, ഐ ക്യാൻ ജമ്പ് ഉണ്ട്. ഈ രണ്ടെണ്ണമാണ് ഉള്ളത്. ഐ ലൈക്ക് ഫ്ലവേഴ്സ്. ഇപ്പോൾ നമുക്ക് രണ്ടാൾക്കാരാണ് ബാക്കിയുള്ളത്, ഫ്രോഗും ഹണി ബീയും. ഫ്ലവേഴ്സ് ഇഷ്ടമുള്ളത് ഹണി ബീക്കാണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് അതിനെ കൂട്ടിമുട്ടിച്ചു.
ഇനി ഐ ക്യാൻ ജമ്പ് എന്നുള്ളത് ബാക്കിയുണ്ട്, ഫ്രോഗും ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കിനി സംശയമൊന്നുമില്ല, അത് തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരം. അപ്പോൾ നമ്മളത് കൂട്ടിമുട്ടിച്ചു. ഇങ്ങനെ നമ്മൾ ധൃതി കൂട്ടാതെ ആലോചിച്ച് വേണം ഉത്തരം എഴുതാൻ. എന്തെങ്കിലും നമുക്ക് സംശയം വന്നാൽ നമ്മൾ ടീച്ചറോട് ചോദിക്കണം. ജമ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓടുകയാണോ ചാടുകയാണോ എന്നൊക്കെ സംശയം തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറോട് അതൊന്ന് ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം എഴുതിയാൽ മതി. ഇനി നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. ആഡ് എ ലൈൻ ടു ദ സോങ്. താഴെ ഒരു സോങ് തന്നിട്ടുണ്ട്, അതിലൊരു വരി എഴുതി ചേർക്കാനാണ് പറയുന്നത്. ഒരു വരി എന്ന് പറഞ്ഞാൽ 1-2 വാക്കുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ടീച്ചർ കുറേ തവണ ഈ കവിത വായിച്ചു തരും. അതോടൊപ്പം തന്നെ നമ്മളോട് ഈ കവിത വായിക്കാനും പറയും, ഉത്തരം എഴുതിയതിന് ശേഷം വായിക്കാനും പറയും. വായിക്കുന്നതിന് ഒരു മാർക്കുണ്ട്, ഉത്തരത്തിന് ഒരു മാർക്കുണ്ട്, അതെല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം. ആഡ് എ ലൈൻ ടു ദ സോങ്. Hi dear friends, come with me, let us dance under the tree. Hi dear friends, എല്ലാവരും വരൂ, നമുക്ക് മരത്തിന്റെ ചോട്ടിലിരുന്ന് ഡാൻസ് കളിക്കാം. പോളി പാരറ്റ് തന്നെയാണ് ഇതെല്ലാം പറയുന്നത്, അവരുടെ ഫ്രണ്ട്സിനോട് പറയുകയാണ്. ഫ്രണ്ട്സ് ആയിട്ടുള്ള എലിഫന്റിനോടും ഡക്കിനോടും പറയുന്നതാണ്. ഇനി പോളി വീണ്ടും പറയുകയാണ്, അതെന്താണെന്ന് നോക്കാം. Hi dear friends, come with me, let us dash under the tree. ഫ്രണ്ട്സ് എല്ലാവരും വാ, നമുക്ക് മരത്തിന്റെ ചുവട്ടിലൂടെ ഡാഷ്. ആദ്യം പറഞ്ഞു ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു. ഇനി അത് തന്നെ എഴുതാൻ പാടില്ല. ഇനി നമ്മൾ വേറൊരു ആക്ടിവിറ്റിയാണ് എഴുതേണ്ടത്. നമുക്കിവിടെ പൂരിപ്പിച്ച് എഴുതേണ്ടത് ഒരു ആക്ഷൻ വെച്ചിട്ടാണ് പൂരിപ്പിച്ച് എഴുതേണ്ടത്. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷനാണ്, അതായത് ഒരു പ്രവൃത്തിയാണ്. അതുപോലെ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഇവിടെയും എഴുതേണ്ടത്. അണ്ടർ ദ ട്രീ, മരച്ചുവട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷനാണ്. നമുക്ക് സ്വിമ്മിങ് മരച്ചുവട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല, അത് പോണ്ടിൽ കുളത്തിലൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആക്ഷൻ എഴുതണം. നമ്മൾ ഇത്രയും ആക്ഷൻ നമ്മൾ പുസ്തകത്തിൽ കുറേ ആക്ഷൻ വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലേയിങ് പഠിച്ചിട്ടുണ്ട്, പെയിൻറ്റിങ് പഠിച്ചിട്ടുണ്ട്. പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ചിത്രം കളർ കൊടുക്കുക. ബാത്തിങ്, കുളിക്കൽ, പ്ലേ ദ ഗിറ്റാർ, അത് ഓർമ്മയുണ്ടോ? പ്ലേ ദ ഗിറ്റാർ, ഗിറ്റാർ വായിക്കുന്നത് ഒരു ആക്ഷനാണ്. സ്ലീപ്പ്, ഉറങ്ങുക, മരച്ചുവട്ടിൽ കിടന്നുറങ്ങാം. സ്ലീപ്പിംഗ് അണ്ടർ ദ ട്രീ. ഇനി ജമ്പ്, ചാടുക, ജമ്പിങ് അണ്ടർ ദ ട്രീ. ഇതൊക്കെ നമുക്ക് എഴുതാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് നമ്മൾ പൂരിപ്പിച്ച് എഴുതിയാൽ മതി. വളരെ സിമ്പിളാണ്. പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ വേർഡ്സ് എഴുതാൻ കിട്ടും. സ്പെല്ലിങ് തെറ്റാതെ വൃത്തിയിൽ എഴുതണം. ഓക്കെ. Hi dear friends, come with me, let us walk under the tree. ഏത് വാക്കായാലും കുഴപ്പമില്ല, അതിന് സ്യൂട്ടബിൾ ആയ ഒരു വാക്ക് കണ്ടെത്തിയാണ് എഴുതേണ്ടത്. മരച്ചുവട്ടിലിരുന്ന് ഫ്രണ്ട്സിന് എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ എഴുതേണ്ടത്. നമ്മളെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതണം. എല്ലാ സെൻറ്റൻസിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. അതുപോലെ ഓരോ സെൻറ്റൻസും എഴുതി കഴിയുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടണം. ഈ കാര്യങ്ങൾ മറക്കാതെ നമ്മൾ ചെയ്യണം. Okay, thank you for watching this video.